ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് പേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വെള്ളരിക്ക കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് ഇതുപോലെ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ നല്ല പച്ച വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തവും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്താൽ മതി. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ള അരിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് മാക്സിമം ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ചെറിയ രീതിയിൽ വേഗം തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. വെള്ളരിക്കയല്ലേ, അപ്പോൾ വെള്ളരിക്കയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഏതാണ്ട് അത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇത്. അപ്പോൾ പാത്രത്തിലോട്ടൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് മാറ്റി ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. അല്ല, നമ്മൾ പാചകം ചെയ്യുന്ന പാത്രത്തിലോട്ട് എടുത്താലും മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് മൊത്തം ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, വേറെ എണ്ണ ചേർക്കരുത്, വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അടപ്പുകൊണ്ട് അടച്ച് ഇനിയും നമുക്ക് സ്റ്റൗ ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും ഉപ്പും മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതിനെ ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ എണ്ണയുടെയും പിന്നെ ആ ഉപ്പിൻ്റെയും ആ ഒരു വെള്ളവും വെള്ളരിക്കയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ദാണ്ട് ഇതുപോലെ ആണ്. അപ്പോൾ ഇതിന് ഇച്ചിരി കൂടെ വേവാനുണ്ട്. അപ്പോൾ ഇത്തിരി വെന്തതിന് ശേഷം നമുക്കിനി ബാക്കി ആ സമയത്ത് നമുക്കിതിലൊരു അരപ്പ് തയ്യാറാക്കണം. നല്ല പച്ച തേങ്ങ നോക്കിയെടുക്കുക. അപ്പോൾ പച്ച തേങ്ങയിലോട്ട് നമുക്ക് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവ് കുറച്ചായതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തു, കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. ഇനി മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. മോരോ തൈരോ അത് ഏതെങ്കിലും ചേർത്തുകൊണ്ട് അടിച്ചെടുക്കാൻ, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മോര് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ വെള്ളരിക്ക ഏതാണ്ട് വെന്ത് കാണും. തൻ്റെ ചെറിയ പീസുകളായത് കാരണം എന്താ കണ്ടില്ലേ, ഇതുപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മോരിൽ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു പുളിപ്പും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിന് നമ്മൾ മൊത്തം ഇതിലോട്ട് ചേർത്തു. ഇനി നമ്മൾ ഇത് ചേർക്കില്ല കേട്ടോ, വെള്ളം ഒട്ടും തന്നെ ചേർക്കില്ല. ആ മിക്സിയുടെ ജാറിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി ആ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഇനി അധികം ഇട്ട് തിളപ്പിച്ച് വറ്റിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയ രീതിയിൽ വരും. ഇതുപോലെ വരുന്ന സമയത്തിന് നമ്മൾ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്ക് ഒന്ന് കടു താളിച്ചും കൂടെ എടുക്കണം. അപ്പോൾ ഈ അടുപ്പിൽ തന്നെ ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കടു താളിക്കാൻ വേണ്ടി. അതും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചെടുക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ കടു താളിക്കാതെ വേണമെങ്കിൽ നമുക്ക് ആ കറി തയ്യാറാക്കി എടുക്കാം. കടു കൂടെ താളിച്ചൊഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഉള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ. ഉള്ളിയൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒന്ന് മുരിച്ചെടുക്കുന്ന ആ രീതിയൊന്നുമില്ല. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലതുപോലെ കടുകൊക്കെ ഒന്ന് ചൂടാവുന്ന സമയത്തിന് ഇതിലോട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെള്ളരിക്ക കറി തയ്യാറായിട്ടുണ്ട്. വെള്ളരിക്ക മോര് കറിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നോമ്പ് സമയങ്ങളിലൊക്കെ അത്താഴത്തിനൊക്കെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ അത്താഴം സ്പെഷ്യൽ ഈ കറിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതുതായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.